ഇന്നത്തെ ഗോസ്പലിൽ അപ്പോസ്റ്റലന്മാരുടെ പേരുകളുടെ ലിസ്റ്റാണ്. എവിടെയൊക്കെ അപ്പോസ്റ്റലന്മാരുടെ പേരുകൾ പറയുന്നുണ്ടോ അവിടെയൊക്കെ ഏറ്റവും അവസാനത്തെ പേര് യൂദാസ് കറിയോത്തയുടെ പേരാണ്. ഒറ്റുകാരനായ യൂദാസ് എന്ന് കൂടെ ചേർത്ത് വയ്ക്കും എല്ലായിടത്തും. ഒറ്റിന് പകരം വയ്ക്കാൻ ഒറ്റ പേരേ ഉള്ളത് യൂദാസാണ്. പക്ഷെ യൂദാസിനേക്കാളും ദുഷ്ടന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ, വ്യക്തികൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. 6 മില്യൺ ആൾക്കാരെ കൊന്ന ഹിറ്റ്ലർ, 3.3 മില്യൺ ആൾക്കാരെ കൊന്ന സ്റ്റാലിൻ. പക്ഷെ യൂദാസിൻ്റെ പേരിനൊരു മാറ്റമില്ല. കാരണം എന്താ? ഈ ലോകത്തുള്ള ഏറ്റവും വെട്ടമുള്ള ഒരുവൻ്റെ കൂടെ 3 വർഷം നിന്നിട്ടും യൂദാസ് ഡാർക്കായിപ്പോയി, യൂദാസ് ഡാർക്കിലായിപ്പോയി. യൂദാസിൻ്റെ പേര് തന്നെ യഹോവ ലീഡ്സ് എന്നാണ്, ദൈവം നയിക്കുന്നു. പക്ഷെ ജീവിച്ചത് എങ്ങനെയാണ്? ഡെവിൾ ലീഡ്സ് എന്ന രീതിയിലാണ്. യൂദാസ് സ്കറിയോത്ത എന്ന് പറയാം. സ്കറിയോത്ത അപ്പൻ്റെ പേരല്ല, അപ്പൻ്റെ പേര് സൈമൺ എന്നാണ്. സ്കറിയോത്ത സ്ഥലത്തിൻ്റെ പേരാണ്. ജെറുസലേമിൽ നിന്ന് 21 മൈൽ ദൂരത്തുള്ളൊരു സ്ഥലത്തു നിന്നാണ് യൂദാസ് വരുന്നത്. ബാക്കി 11 ശിഷ്യന്മാരും ഗലീലിക്കാരായിരുന്നെങ്കിൽ യൂദാസ് ദൂരത്തുനിന്ന് സ്കറിയോത്ത എന്നാൽ ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർക്ക് കൂടുതലായിട്ടൊന്നും യൂദാസിനെ കുറിച്ച് അറിയില്ല. അറിഞ്ഞത് എന്താണ്? യൂദാസ് ട്രസ്റ്റ് വർത്തി എന്നാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ ഗ്രൂപ്പിലെ അക്കൗണ്ടൻ്റായിട്ട് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിശ്വസ്തനായ ഒരു മനുഷ്യനെ എടുക്കണ്ടേ. അപ്പോൾ യൂദാസ് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നും വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒടുവിലത്തെ അത്താഴ സമയത്ത് ഈശോ പറയുന്നുണ്ട്, കൂട്ടത്തിൽ ഒരാൾ ഒറ്റിക്കൊടുക്കും. പക്ഷെ ഒരാൾ പോലും യൂദാസിനെ സംശയിക്കുന്നില്ലല്ലോ. അപ്പോൾ യൂദാസ് അത്രമേൽ മുഖംമൂടി വെച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. ഈശോയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു, പക്ഷെ വളരെ അകലത്തായിരുന്നു. യൂദാസിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, സോ ക്ലോസ് ബട്ട് സോ ഫാർ അവേ. ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും ദുരന്തം പിടിച്ച ടൈറ്റിലല്ലേ സോ ക്ലോസ് ബട്ട് സോ ഫാർ അവേ.